പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ഡിവോഷണൽ സ്റ്റഡി റീഡേഴ്സിനും ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മൾ ഓരോരുത്തരെക്കുറിച്ച് യേശു കർത്താവിന് ഒരു കരുതലുണ്ട്, വിചാരമുണ്ട്. അവൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും, വറീസും, ആങ്സൈറ്റീസും ഈ ലോകത്തിലെ എല്ലാം നമ്മളെ കൊണ്ടുപോയി അവൻ്റെ പാദപിടുത്തങ്ങൾ വെക്കണമെന്നാണ്. പക്ഷേ എങ്ങനെ നാം അത് ചെയ്യും? ദൈവത്തെ ട്രസ്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ദൈവപൈതലെ നിൻ്റെ ഓവറോൾ മെൻ്റൽ ഹെൽത്തും വെൽബീയിങ്ങും നിനക്ക് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സദൃശ്യവാക്യം 3-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. പ്രൊവേർബ്സ് ചാപ്റ്റർ 3 വേഴ്സ് 6. നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും. സ്തോത്രം. കണ്ണടച്ചേച്ച് ഒന്ന് പറഞ്ഞേ. നിങ്ങളിത് കേൾക്കുമ്പം കണ്ണടച്ചേച്ച് ഒന്ന് പറയാമോ? ഒച്ചത്തിലൊന്ന് പറഞ്ഞേ, ഗോഡ് കെയർസ് ഫോർ മീ. ഞാനത് പറയുക, എൻ്റെ യേശു എനിക്ക് വേണ്ടി കരുതും. ഗോഡ് കെയർസ് ഫോർ മീ. ചിലപ്പോൾ ഒന്നുമില്ല, നമുക്ക് ദൈവവുമായിട്ടൊരു നല്ല ബന്ധമുണ്ട്, സമ്മതിച്ചു. പക്ഷെങ്കിൽ നമ്മുടെ ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും വലിയ വിഷയങ്ങളും നമ്മൾ ഏതിൽ കൂടിയൊക്കെ കടന്നു പോകുന്നുണ്ടോ, അതൊക്കെ കർത്താവ് കാണുന്നുണ്ടോ? അതിനകത്ത് കർത്താവ് ഈസ് ഇറ്റ് ടേക്കിംഗ് കെയർ ഓഫ് ഓൾ ദോസ് തിങ്സ്? നമുക്കൊരു സംശയം വരും. അത് ഡെയിലി ചിലപ്പോൾ ആ ഒരു ഫീല് നമുക്ക് വരാം. നമ്മൾ സ്ട്രെസ്ഡ് ആകും, നമ്മൾ ആങ്ഷ്യസ് ആകും, നമ്മൾ വറീഡുമാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഉച്ചത്തിലൊന്ന് പറ, എൻ്റെ ദൈവം എനിക്കായി കരുതുന്നവനാണ്. കർത്താവിനോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, കർത്താവേ, ഇന്ന് ഞാൻ എൻ്റെ എല്ലാ വറീസും നിൻ്റെ അടുത്തങ്ങ് തരുക, നീ അതൊക്കെ ഒന്ന് ശരിയാക്കിക്കുക, നീ എനിക്ക് വേണ്ടി കെയർ ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം. അതുകൊണ്ട് ഐ താങ്ക് യു ഫോർ ദാറ്റ്. എന്നിട്ട് ഒരു ലിസ്റ്റിലായിട്ട് നീ ഒന്ന് എഴുതിക്കുക, 1, 2, 3 ഇട്ട് എഴുതിക്കേ. പ്രൈസ് ഗോഡ്. അങ്ങനെ നമ്മൾ ഓരോ ദിവസത്തെ കെയർ ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ. തീർച്ചയായിട്ടും അത് നാം അവനെ ഏൽപ്പിക്കുവാണെങ്കിൽ നമ്മൾ റിഫ്രഷ്ഡ് ആകും. എത്ര പേർക്ക് അതിന് ആമേൻ പറയാനായിട്ട് പറ്റും? പ്രൈസ് ഗോഡ്. ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഡിവൈൻ ഹെൽത്ത് തരും. നമുക്കൊക്കെ അഡ്രീനൽ ഗ്ലാൻസ് ഉണ്ട്, അതിന് പറയുന്നത് സ്ട്രെസ് ഗ്ലാൻസ് എന്നാണ്. ആ ഗ്ലാൻസ് എൽ ടൈറോസിൻ എന്നും പറഞ്ഞ് ഒരു പ്രോട്ടീന് ഉപയോഗിക്കും. നമ്മുടെ ശരീരം ഈ ഫീൽ ഗുഡ്, നല്ലതായിട്ട് ഫീലിങ്സ് തരുന്ന ഫീൽ ഗുഡ് ഹോർമോൺസിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ എൽ ടൈറോസിൻ ആവശ്യമാണ്. നമുക്ക് നമ്മുടെ സ്ട്രെസ് ഒന്ന് മിനിമൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ടൈറോസിൻ ലെവൽസൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുത്താൽ, ഞാൻ പറയട്ടെ, ആങ്സൈറ്റിയെ സഹായിക്കാൻ അതൊരു നല്ല സ്റ്റെപ്പാണ്. ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴുമൊക്കെയുള്ള ആ സമയത്ത് തല കറങ്ങുന്ന പോലെ തോന്നുക, കൂടുതൽ ഉപ്പുള്ള ഭക്ഷണം കഴിക്കാനായിട്ടൊരു ക്രേവിങ് വരിക, ബ്രൈറ്റ് ലൈറ്റ് കാണുമ്പോൾ ഇറിറ്റേഷൻ വരിക, അതൊന്നും നല്ല ലക്ഷണങ്ങളല്ല. ഞാനിത് പറഞ്ഞത് നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ സബ്ജക്റ്റൊക്കെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്നിട്ടൊരു ഡിവൈൻ ഹെൽത്തിൽ നടക്കാനായിട്ട്, ദൈവമേ ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് നമുക്ക് അവനോടൊന്ന് പറയാം. യെരമ്യാവ് 29:15 പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങളൊക്കെ നന്മയ്ക്കാണ്, ഒന്നും തിന്മയ്ക്കല്ല. നമ്മുടെ ദോഷത്തിന് വേണ്ടി അല്ല ദൈവപൈതലേ, നന്മയ്ക്ക് വേണ്ടിയാണ്, നല്ലൊരു ഭാവി നമുക്ക് തരുന്നതിന് വേണ്ടിയാണ്. അപ്പം ദൈവത്തിൻ്റെ ആ പ്ലാനിനകത്ത് പ്രോസ്പെറിറ്റി, ഹോപ്പ് എല്ലാം ഉണ്ട്. അത് നമുക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ നമുക്ക് ഭാരപ്പെടേണ്ട കാര്യമുണ്ടോ? ആങ്സിയസ് ആവേണ്ട കാര്യമുണ്ടോ? നിൻ്റെ പ്ലാൻ കൊണ്ടുവന്ന്
നിൻ്റെ മനസ്സിന് ചില ഡയറക്ഷൻസ് നീ കൊടുക്കേണ്ട കാര്യമുണ്ടോ? എൻ്റെ കഴിഞ്ഞ കാലത്തെയും ഈ നാളുകളിലെയും പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ആശ്രയം പൂർണ്ണമായി ദൈവത്തിൽ തന്നെ ആയിരിക്കണം. കംപ്ലീറ്റ് ട്രസ്റ്റ് നാം അവനിൽ ഇടണം. നമ്മുടെ ആങ്സൈറ്റി കുറഞ്ഞു വരട്ടെ. നമ്മൾ മനസ്സിലാക്കണം, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. നമ്മുടെ എല്ലാ കാര്യവും നിയന്ത്രിക്കുന്നത് നമ്മുടെ ദൈവമാണെന്ന് നാം മനസ്സിലാക്കണം. അപ്പം നമ്മുടെ ജീവിതത്തിന് വേണ്ടിയുള്ള അവൻ്റെ പ്ലാൻസിനെ ഒക്കെ നാമും വിശ്വസിക്കുകയാണെങ്കിൽ, ആദ്യം തന്നെ ആശ്രയിക്കുകയാണെങ്കിൽ, ഒരിക്കലും ആങ്സൈറ്റി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കത്തക്കവണ്ണം, നമ്മുടെ വെൽബീയിങ്ങിനെ ബാധിക്കത്തക്കവണ്ണം തൻ്റെ വേരിറക്കത്തില്ല. എന്നാൽ ചിലർ കോൺസ്റ്റൻ്റായിട്ട് ആങ്ഷ്യസ് ആയിട്ടുള്ളവരാണ്. അങ്ങനെ വരുമ്പം അവരവരുടെ ഇമ്മ്യൂൺ ഫങ്ഷനിലേക്ക് സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ലോങ് ടേം ആങ്സൈറ്റി അങ്ങ് നിലനിന്നാൽ എന്താ പറ്റുമെന്നറിയാമോ? ഒത്തിരി ക്രോണിക്കായിട്ടുള്ള അസുഖങ്ങളുണ്ടാകാം. അങ്ങനെ ആ അസുഖങ്ങളുമായിട്ടൊന്നും ജീവിക്കുന്നത് ദൈവത്തിന്, തൻ്റെ മക്കളങ്ങനെ ജീവിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മുടെ ബോഡിയുടെ സ്ട്രെങ്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ധാരാളം വെള്ളം കുടിക്കണം. വാട്ടർ തെറാപ്പി, ഷുഗർ ഇൻടേക്കൊക്കെ ഒന്ന് കുറയ്ക്കണം. അപ്പം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. എന്താ? കർത്താവേ, നീ ഞങ്ങളുടെ സ്റ്റെപ്സൊക്കെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഒരു ഹെൽത്തി ഫ്യൂച്ചർ ഞങ്ങൾക്ക് തരത്തക്കവണ്ണം നീ ഞങ്ങളെ ഡയറക്റ്റ് ചെയ്യണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. 1 രാജാക്കന്മാർ 19-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഏലിയാവിൻ്റെ കാര്യമാണ്. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്നൊരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. നമ്മൾ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനകത്തൊക്കെ അകപ്പെടുമ്പോൾ ഉറക്കമില്ലാത്ത രാത്രികൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും, അല്ലേ? എന്നാൽ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്, അല്ലേ? പ്രൈസ് ഗോഡ്. ആ നല്ല പരിശുദ്ധാത്മാവ് നമ്മെ നേർവഴിക്ക് നടത്തുന്നതാണ്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ജരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മെ സഹായിപ്പാൻ ഒരു പരിശുദ്ധാത്മാവ് ഉണ്ടെന്നേ. എത്ര കംഫർട്ടിങ്ങാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നൊരു പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ളത്. നമുക്ക് സ്പെസിഫിക്കലി എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയാത്ത പോലെയുള്ള സിറ്റുവേഷൻ വന്ന് നമ്മൾ മാനസികമായിട്ട് കുഴഞ്ഞാലും, ദൈവമക്കളെ, നമ്മളെത്ര നെർവസായി പോയാലും പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യും. നെർവസ് എന്നുള്ള വാക്ക് കേൾക്കുന്നത് തന്നെ ഒരു സുഖമില്ലല്ലേ? ഞാൻ പറയട്ടെ, ഈ നെർവസായിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് കാര്യം. ചിലരിങ്ങനെ പറയും റോ നെർവ്സാണ് അവർക്ക്. അവരുടെ ബോഡിയിൽ വൈറ്റമിൻ ബി ഡെഫിഷ്യൻസി ഒക്കെ കാണും ഈ സ്ട്രെസ്സുള്ളവർക്ക് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ഷുഗർ ഇൻടേക്കൊക്കെ ലിമിറ്റ് ചെയ്യണം. 7-8 മണിക്കൂറെങ്കിലും ഒരു ദിവസം ഉറങ്ങണം. ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ എൻകറേജ് ചെയ്യാനോ നമുക്ക് പറ്റുമെങ്കിൽ ദൈവത്തിൽ അതിനു വേണ്ടി ഒന്ന് തുനിയാൻ നിനക്ക് പറ്റത്തില്ലേ? തീർച്ചയായിട്ടും പറ്റണം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് യേശു കർത്താവ് തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. പ്രൈസ് ഗോഡ്. ഡെയിലി നമുക്കൊക്കെ പ്രശ്നങ്ങൾ വരും. ദൈവത്തോട് അതുകൊണ്ട് എന്നും സഹായം ചോദിച്ചോണം. നമ്മെ പ്രശ്നങ്ങളൊന്നും ചേഞ്ച് ചെയ്യുവാനിടയാകരുത്.
ഇടയാക്കരുത്, ഇട നാം കൊടുക്കരുത്. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ളത് നമ്മൾ വാ തുറന്ന് പറയുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചേഞ്ചസ് വരുന്നത് നമുക്കറിയാൻ പറ്റും. ആങ്സൈറ്റിയും ഡിപ്രഷനും എല്ലാം നമ്മെ വിട്ട് പോകുന്നേ. വി ആർ വിക്ടോറിയസ് ആൻഡ് വി കനോട്ട് ലെറ്റ് ദ എനിമി ടേക്ക് ഗ്രൗണ്ട് ഓവർ അവർ ലൈഫ്സ്. കേട്ടോ? അതുകൊണ്ട് ഇപ്പോൾ ആങ്ഷ്യസ് ആയിട്ടിരിക്കുവാണോ? ഞാൻ പറയട്ടെ, ബൈബിൾ എടുത്ത് വായിക്കുക. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ബലത്തിന് വേണ്ടി ഒരു വാക്യം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കാം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. ഡ്യൂട്രോണമി ചാപ്റ്റർ 28 വേഴ്സ് 13. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിൻ്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. എന്താ ഇതിനകത്ത് പറയുന്നത്? ദൈവം നമ്മളോട് കൽപ്പിക്കുന്നത്, നാം വായിക്കുന്നത്, നാം അറിയുന്നത് നാം അനുസരിക്കണം, പ്രമാണിക്കണം. കർത്താവിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വചനം ഞങ്ങളുടെ സ്ട്രെസ്സിനെയും ഞങ്ങളുടെ ആങ്സൈറ്റിയെയും എല്ലാം എടുത്തു മാറ്റുന്നതാണല്ലോ. സ്ട്രെസ് ഹോർമോൺസ് ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുവാനിടയാകരുത് കർത്താവേ. ഡിപ്രഷൻ വന്ന് ഭവിക്കുവാനിടയാകരുത്. ദൈവം എല്ലാം നന്മയ്ക്കാക്കി തീർക്കുമെന്നൊക്കെയുള്ള ദൈവത്തിൻ്റെ പ്രോമിസസ് ഉരുവിട്ട് ബലം പ്രാപിച്ച ശക്തിയോടെ ഞങ്ങളുടെ ക്രിസ്തീയ ജീവൻ നയിപ്പാൻ്റെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്.